തമ്പുരാൻ പറഞ്ഞു അടുത്ത വർഷം ഞാൻ വരുമ്പോൾ നിങ്ങളുടെ കയ്യിലൊരു ഉണ്ണി കാണുമെന്ന്. അങ്ങനെ തന്നെ സംഭവിച്ചു. ഹരി എന്ന പേര് ഇട്ടു. ഹരിഹരപുത്രൻ അല്ലേ? അങ്ങനെ സ്വാമിയേ ശരണമയ്യപ്പ. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇത് വിശ്വാസമാണ്, നമുക്ക് നമ്മുടെ ഒരു വികാരമാണ് ശരിക്കും ശബരിമല അയ്യപ്പൻ എന്ന് പറയുന്ന അയ്യപ്പ സ്വാമി. ആണ് സാക്ഷാൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം. അമ്മയുടെ വീട് ഇവിടെ. മോളെവിടെയാ ശരിക്കും താമസിക്കുന്നത്? വടശ്ശേരിക്ക്. അപ്പോൾ അടുത്ത് തന്നെയാണല്ലോ. അപ്പോൾ എല്ലാ കൊല്ലം ഇവിടെ വന്നു. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? മോൾക്ക് ശബരിമലയിൽ പോയി അയ്യപ്പനെ വണങ്ങാതെ ഏതെങ്കിലും സാഹചര്യത്തിൽ അങ്ങനെ ദുഃഖം തോന്നിയിട്ടുണ്ടോ? ശബരിമലയിൽ പോയിട്ടുണ്ട് കുഞ്ഞിലെ. അപ്പോൾ പിന്നെ പറ്റില്ല. കാരണം അല്ലെങ്കിലും അത് കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് അയ്യപ്പനെ തിരുവാഭരണം ചാർത്തി ഇവിടെ ദർശിക്കാൻ ലഭിക്കുന്നു എന്നുള്ളതൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. ഉണ്ടോ? അപ്പം അയ്യപ്പൻ ശരിക്കും ഒരു നമുക്ക് എന്തെങ്കിലും ഒരു ശക്തി പകർന്നു നൽകുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഊർജം തരുന്നുണ്ടോ? ഉണ്ട്. അത് തൊഴുത് കഴിഞ്ഞും അതിനു മുമ്പേ ഉണ്ടോ? വരുമ്പോൾ തീർച്ചയായിട്ടും. അപ്പം എല്ലാ വർഷവും വരും, ഇനിയുള്ള വർഷങ്ങളിലും വരും അല്ലേ? അപ്പം ഇതിന് ശേഷം ആഗ്രഹിക്കുന്നുണ്ടോ എന്തെങ്കിലും ശബരിമലയിൽ പോയി അയ്യപ്പനെ കാണണമെന്ന്? സ്വാമി ശരണമയ്യപ്പ. ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് പമ്പാ നദീതീരത്ത് തന്നെ. പക്ഷേ ഒരു വ്യത്യാസം മാത്രം. ഞാൻ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് പെരിനാട് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ പരിസരത്താണ്. ഇവിടെയുള്ള അടുത്തുള്ള ദേവീക്ഷേത്രം അതിൻ്റെ പരിസരത്താണ്. ഇവിടെ ഈ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഇന്ന് വിശേഷം എന്തെന്ന് വെച്ചാൽ ഇവിടെ ഉത്സവം നടക്കുകയാണ്. അതായത് ശബരിമലയിൽ അണിഞ്ഞ അയ്യപ്പൻ്റെ തിരുവാഭരണം ഇവിടെ കൊണ്ടുവച്ച് ഇവിടെ തിരുവാഭരണം അണിയിച്ച് അയ്യപ്പനെ കാണാനുള്ള അപൂർവ അവസരം സജ്ജനങ്ങൾക്കും എല്ലാവർക്കും ലഭിക്കും, എല്ലാ ഭക്തർക്കും ലഭിക്കും എന്നുള്ളതാണ് സവിശേഷത. അപ്പോൾ ഈ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ അതിനടുത്തേക്ക് നമുക്ക് പോകാം. തിരുവാഭരണം ചാർത്തിയ അയ്യപ്പനെ ദർശിക്കുവാൻ എല്ലാവർക്കും സൗഭാഗ്യം ലഭിക്കുന്ന ഒരേ ഒരു അമ്പലം അത് ഇവിടെ കേരളത്തിലെ ഈ പെരിനാട് ധർമ്മശാസ്ത്ര ക്ഷേത്രം മാത്രമാണ്. അവിടെ അയ്യപ്പന്മാരൊക്കെ വിരിവെച്ച് വിശ്രമിക്കുന്ന സ്ഥലം കൂടിയാണ്. അതോടൊപ്പം തന്നെ അവർക്ക് ഇവിടെ ഒരു ദർശനം കൂടി കണ്ട് പോകുവാൻ സാധിക്കും. സ്വാമി ശരണമയ്യപ്പ. സ്വാമി, ഈ കോവിലിൽ തിരുവാഭരണം ചാർത്തി അയ്യപ്പന ദർശനം பார்த்தாச்சா? 4 o'clock பண்ணு. எப்போ வந்தாச்சு? இங்கே எப்போ வந்தாச்சு? மார்னிங்கில். எங்கே சபரிமலையில்? ശബരിമല പോയി பார்த்துட்டு வந்துட்டா? അയ്യപ്പ സ്വാമി വണങ്ങി വന്ന് ഇங்கே തിരുവാഭരണം ചാർത്തി അയ്യപ്പ സ്വാമി ഇங்கே തിരുവാഭരണം ചാർത്തി അയ്യപ്പ സ്വാമിയെ കിടക്കും അല്ലേ? സ്വാമി ശരണം. സ്വാമി ശരണം. ഇത് ഇടനാട് മാളിയപ്പുറം അല്ലേ? മാളിയപ്പുറം ദേവീക്ഷേത്രമായിട്ടാണ് അറിയപ്പെടുന്നത്. അതായത് അയ്യപ്പൻ എവിടെ ഇരിക്കുന്നോ മാളിയപ്പുറവും അവിടെ ഉണ്ടാകും എന്നുള്ള സങ്കല്പത്തിലാണ് ഈ ദേവീക്ഷേത്രം ഇവിടെ. ഇത് എത്ര വർഷത്തെ പഴക്കമുണ്ട്? സെക്രട്ടറിയാണ് സംസാരിക്കുന്നത് നമ്മളോട്, ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി. പേരെന്താണ്? ശശിധരൻ പിള്ള. അദ്ദേഹം പറയും നമ്മളോട്. പറഞ്ഞാട്ടെ, ഇത് എത്ര വർഷമായി കാണും? ഉദ്ദേശം ഒരു 400 വർഷം പഴക്കം ഉണ്ടാവും എങ്കിലും. കാരണം നമുക്കത് നമ്മുടെ പുസ്തകങ്ങളിലൊക്കെ വായിച്ചു. അപ്പം ഈ പെരിനാട് ധർമ്മശാസ്ത്ര ക്ഷേത്രവും അതോടൊപ്പം തന്നെ അത്രയും വർഷം പഴക്കം ഉണ്ടാകുന്നു. അതിൽ കൂടുതലുണ്ടാവും. അവിടെ നിന്നുകൊണ്ടാണ് പന്തളം രാജാവ് ക്ഷേത്രം ശബരിമല പണിഞ്ഞത്. ഇവിടെ ക്ഷേത്രമായിട്ട് ഇതിനെ കാണാം, അയ്യപ്പ ക്ഷേത്രം. അപ്പം ഇവിടെ നിന്നുകൊണ്ടാണ് പന്തളം രാജാവ് ശബരിമല അയ്യപ്പ ക്ഷേത്രം പണിയിച്ചത് എന്നാണ് നമുക്ക് അറിയാവുന്നത്. അപ്പം ഇവിടെ യോഗീശ്വരനുണ്ട് ഉണ്ടായത്. ആ യോഗീശ്വരന് പിന്നെ പ്രായമായപ്പോൾ ആ ആള് പിന്നെ ദേവിയുടെ ഒരു ഇതുമായിട്ട് ഇനി പോകുന്നത്. അതാണ് മാളികപ്പുറം ദേവിയായിട്ട് പുള്ളി ഇവിടെ വന്ന് താമസം. ഇതൊരു മേടയാണ്. അപ്പൊ ഇവിടെ രാജപ്രതിനിധി, പന്തളം രാജപ്രതിനിധി ഈ തിരുവാഭരണത്തോടൊപ്പം ഇവിടെ എത്തിയിട്ടുണ്ടോ? ഉണ്ട്, ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിന്റെ കൊട്ടാരം ഇവിടെയുണ്ട്. പണ്ടുണ്ടായിരുന്നു. ഇപ്പൊ എവിടെയായിരിക്കും അദ്ദേഹം താമസിക്കുന്നത്? ഇപ്പോഴേ
അതിനോട് ചേർന്നൊരു ബിൽഡിംഗ് അത് ഇങ്ങോട്ട് കയറി വരുമ്പോൾ നമ്മൾ കണ്ട ആ ഒരു പ്രത്യേക തരത്തില് പെയിന്റ് അടിച്ച് പഴയ തടി ഉരുപ്പടികൾ അവിടെയാ അദ്ദേഹം അവിടെ താമസിക്കുന്നു. ഈ തിരുവാഭരണത്തോട് ഒപ്പം അദ്ദേഹവും യാത്രയാകും നാളെ വെളുപ്പിന് ഇവരുടെ കൂടെ പോകും. നാളെ വെളുപ്പിന് ഏകദേശം എത്ര മണിക്കായിരിക്കാം? വെളുപ്പിന് 2:30 പോകും. അപ്പോൾ അത് നേരെ പന്തളത്ത് കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് വീണ്ടും അവിടെ സൂക്ഷിക്കുകയാണ്. അടുത്ത ദിവസം ആറന്മുള എത്തുക. അവിടെ നിന്ന് അതിന്റെ അടുത്ത ദിവസം രാവിലെ പന്തളത്തെത്തും. അപ്പോൾ ഈ തിരുവാഭരണ ഘോഷയാത്ര കടന്നുപോയ പാത കൂടാതെ തിരിച്ച് എത്തുന്ന പാത മാത്രമാണിത്. അപ്പോൾ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തിരുവാഭരണം ഇവിടെ കൊണ്ട് ചാർത്തിയതിന് ശേഷം ഭക്തജനങ്ങൾക്കായി തുറന്നു കൊടുത്തതിന് ശേഷം ഭക്തജനങ്ങൾക്ക് ദർശനം കൊടുത്തതിന് ശേഷം ഈ തിരുവാഭരണം എടുത്ത് നമ്മൾ ഇവിടുന്ന് യാത്രയാകുകയാണ്. രാജപ്രതിനിധി ആറന്മുള വഴി കൊട്ടാരത്തിലേക്ക് പോവുകയാണ്. അപ്പം ഇത് പതിവാണ്. എല്ലാ വർഷവും ഇങ്ങനെ തന്നെയാണ് നടക്കാറ്. വർഷങ്ങളായി നമുക്കറിയാവുന്നിടത്തോളം ഇങ്ങനെ തന്നെയാണ്. അപ്പം ഇതോടൊപ്പം ഞാനൊരു പ്രത്യേക കാര്യം ചോദിക്കുകയാണ്. അതിനകത്ത് അറിവുള്ള കാര്യം മാത്രം പറയുക. ഞാൻ അറിഞ്ഞിടത്തോളം ഈ കൃഷ്ണപ്പരുന്ത് ഇതിന് ഈ തിരുവാഭരണം പോകുന്ന യാത്രയിലൊക്കെ കൃഷ്ണപ്പരുന്ത് ഒരു സെക്യൂരിറ്റി എന്ന് വേണമെങ്കിൽ പറയാം, ഒരു സംരക്ഷണം എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ ഈ കൃഷ്ണപ്പരുന്ത് ഇങ്ങനെ കൂടെ ഉണ്ട് എന്നറിയുന്നു. അത് സത്യമാണ്. ഞാൻ ഏറെക്കുറെ ആ സത്യം അറിഞ്ഞ ഒരു മനുഷ്യനാണ്. കാരണം അത് നേരിട്ട് ഭഗവാൻ തന്നെ അയ്യപ്പൻ എന്നെ കാണിച്ചു തന്നായിരിക്കും ഒരു. പക്ഷേ എനിക്ക് അതിയായ ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. ഈ പരുന്തിനെ ഞാൻ കണ്ടിട്ടില്ല. പലരോടും അന്വേഷിച്ച് പലരും കണ്ടിട്ടില്ല, പലരും കാണാൻ സാഹചര്യം ഉണ്ടായിട്ടില്ല. സാധ്യത ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട് എന്ന് ഞാനും വിശ്വസിക്കുന്നു. പക്ഷേ ഇത് എവിടെയോ ഇപ്പോൾ ഈ ചൂട് സമയത്ത് ഒരു പക്ഷേ എവിടെയോ അത് ഉണ്ട്. വൈകുന്നേരങ്ങളിൽ ഇത് യാത്ര പുറപ്പെടുന്ന സമയങ്ങൾ ഇതിൻ്റെ ഒപ്പം മുകളിൽ വട്ടമിട്ട് പറന്ന് ഉണ്ടാകും. അത് പന്തളം വരെ ഉണ്ടാകും. പന്തളത്തുനിന്ന് യാത്ര തിരിക്കുമ്പോൾ അവിടുന്ന് ഉണ്ടായിരുന്നു. അത് സത്യമായ കാര്യമാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഈ ഒരു പരമാർത്ഥം, ഈ ഒരു സത്യം വിസ്മരിക്കാതെ തന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കുകയാണ്. ഇപ്പോൾ ആൾക്കാരോട് നമുക്ക് എന്താണ് പറയാനുള്ളത്? പുതിയ തലമുറയിൽപ്പെട്ട ഭക്തജനങ്ങളോട്, അല്ലെങ്കിൽ ഭക്തി വളർത്താൻ വേണ്ടി കുഞ്ഞുങ്ങളോടും പുതിയ തലമുറയിൽപ്പെട്ട കുഞ്ഞുങ്ങളോട് നമുക്ക് എന്താണ് പറയാൻ? അയ്യപ്പനെ കുറിച്ചോ ഒരു ചെറിയ രണ്ട് വാക്യം. അദ്ദേഹം പന്തളത്തുനിന്ന് വരുന്നു, ഇവിടെ പെരുന്നാട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ആ സമയത്ത് പരന്ത് വട്ടം വിട്ട് പറക്കുന്ന ഞാനൊക്കെ എന്നും കണ്ട് തൊഴുതുണ്ട്. നമ്മളൊക്കെ അന്നേരം അതേത് സമയത്താ വട്ടം വിട്ട് തൊഴുത്? 1 മണിയാവുമ്പോൾ വെളുപ്പിന് ഉച്ചയ്ക്ക് ഇങ്ങോട്ട് വരും. പന്തളത്തുനിന്ന് ശബരിമലയ്ക്ക് പോകുന്ന സമയത്ത് ഇവിടെ വരും. ഇവിടെ വന്നിട്ടേ പോകും. ഇവിടെ കൊണ്ട് വെക്കും. അന്ന് ചാർത്തത്തില്ല. അന്ന് ചാർത്തിയല്ല. അപ്പൊ ഇതുവഴി തന്നെയാ റൂട്ട് ഇത് തന്നെയാ. ഇവിടെ കൊണ്ടുവരും. അന്ന് ചാർത്താതെ ഇവിടെ വെച്ച് ദർശനം കൊടുക്കുക ഭക്തജനങ്ങൾക്ക്. അതെ, പെട്ടി തുറക്കത്തൊന്നുമില്ല. അവിടെ കണ്ടു തൊഴുത് പോവാം. അത്രേ ഉള്ളൂ. എന്നിട്ട് ഇവിടുന്ന് ഒരു 4 മണിക്ക് എടുക്കും. ഇവിടെ രാജരാജേശ്വരി മണ്ഡപമുണ്ട്, 1 കിലോമീറ്റർ. അവിടെ കൊണ്ടുവന്ന് തുറക്കും. അപ്പൊ അവിടെ ഭക്തജനങ്ങൾക്ക് നേരിട്ട് കണ്ടു തൊഴാനുള്ള ഭയങ്കരമായ ഒരു അനുഭവം സാഹചര്യമുണ്ട്. അപ്പം ഈ ഭക്തജനങ്ങൾക്ക് ഇവിടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ സ്ത്രീജനങ്ങൾക്കും വന്ന് തൊഴാൻ ഉള്ള അവസരം അയ്യപ്പസ്വാമി അനുവദിച്ചു കൊടുത്തിരിക്കുകയാണ്, മനസ്സറിഞ്ഞ്. കാരണം അവിടെ അത് പാടില്ല, ഇവിടെ അതാകാം. അപ്പം തത്വമസി എന്ന് പറയുന്ന ആ പൊരുള് മനസ്സിലാക്കി തന്നെ ജീവിക്കണം എന്നുള്ളതല്ലേ ഒരു പരമാർത്ഥം. നമ്മൾ ഈ ശബരിമലയിൽ വ്രതമെടുത്ത് നോറ്റ് അവിടെ വരെ ചെല്ലുമ്പോൾ ഞാൻ ഒരു 7-8 വർഷം അടുപ്പിച്ചൊക്കെ ചെറുപ്പകാലത്ത് പോയിട്ടുണ്ട്. അപ്പം നമുക്ക് മനസ്സിലായ ഒരു കാര്യമാണ് ഈ തത്വമസി എന്നുള്ള കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ ഇത് മനസ്സിലാക്കണം അതിൻ്റെ പൊരുളെന്താണ്. അവിടെ ചെന്ന് അയ്യപ്പസ്വാമിയും തൊഴുത് തിരിച്ചു വരുമ്പോഴാണ് വിശ്രമിക്കുന്ന സമയത്ത് നമ്മളിതൊക്കെ ശ്രദ്ധിക്കുമ്പം ഇതിൽ നിന്ന് മനസ്സിലാക്കി തരുന്നത് നിന്നിൽ നന്മയുടെ അംശം, അല്ലെങ്കിൽ ദൈവികമായ അംശം നിന്നിൽ തന്നെ ഉണ്ട്. നിന്നെ മനസ്സിലാക്കി ആ ദൈവികമായ അംശത്തെ പുറത്തെടുത്ത് നീ നല്ല രീതിയിൽ നന്നായി ജീവിക്കുക, അല്ലേ? എല്ലാ പാപകർമ്മങ്ങളും വെടിഞ്ഞ് ശുദ്ധമായ മനസ്സോടുകൂടി, ശുദ്ധഹൃദയത്തോടുകൂടി ദൈവത്തിങ്കൽ അർപ്പിച്ചുള്ള ഇതെന്ന് പറഞ്ഞാൽ എപ്പോഴും നന്മ ചെയ്യുക എന്നുള്ള, നല്ലവരായി ജീവിക്കുക, ഇതല്ലേ ആ തത്വമസി എന്ന് പറയുന്നത്, അല്ലേ? അപ്പം ഞാൻ വരുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് അത് ഈ വരുന്ന വഴിക്കെല്ലാം 10-100 പേര് കൂടി നിൽക്കുന്നു. ആ വീട്ടുകാരെല്ലാവരും കൂടെ കൂടിയിട്ട് ഏത് സമയത്ത് വരുന്നു ആ സമയത്ത് ആഹാരം, വെള്ളം എല്ലാം കൊടുക്കും. ഭയങ്കരമായ ഒരു അനുഭവം.
അപ്പം ഈ സമയത്ത് ഈ തിരുവാഭരണം ഇവിടുന്ന് എടുത്ത് നമ്മൾ പുറപ്പെടുമ്പം വരെ വെളുപ്പാങ്കാലത്തെ വരെ ധാരാളം ഭക്തരും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും ശബരിമലയ്ക്ക് പോയിട്ട് വരുന്നവർക്ക് അവരിവിടെയും വരും. കാരണം തിരുവാഭരണം ചാർത്തി അവിടെ കാണാൻ പറ്റാത്തവർ കണ്ടു തൊഴുത് അയ്യപ്പനെ കണ്ടു തൊഴുത് ഇവിടെ വന്ന് തിരുവാഭരണം ചാർത്തി ഒന്നുകൂടി അയ്യപ്പനെ കാണാനുള്ള ഒരു അവസരം. അയ്യപ്പൻ സർവ്വവ്യാപിയാണല്ലോ, ദൈവം സർവ്വവ്യാപിയാണ്. അപ്പോൾ തീർച്ചയായും ഇവിടെ വന്നും കാണാം. നമ്മൾ പോകുന്ന വഴിക്കൊക്കെ നമ്മുടെ കൂടെ ആ ഒരു ചൈതന്യം എടുത്തുകൊണ്ട് പോവുക എന്നുള്ളതാണ്. ഓരോ സ്വാമിമാരും ആ ചൈതന്യം ഒരംശം. 2 ദിവസമായിട്ട് ഇവിടെ ഒരു 10,000 പേര് ഈ പ്രദേശത്ത് തമ്പടിച്ചിരിക്കുക തമിഴ്നാട്ടിൽ നിന്നൊക്കെ വന്ന് അതെ, വെച്ച് കഴിച്ചിട്ട്. അത് പല സ്ഥലങ്ങളിലായിട്ട് പല കോണുകളിലായിട്ട് അവരുണ്ട് ഇവിടെ. ഇനി അവർ പോവുക വളരെ തൃപ്തി അടഞ്ഞ് ഒരു വർഷത്തേക്ക് അല്ലെങ്കിൽ അനേക വർഷങ്ങളിലേക്ക് കിട്ടുന്ന ഒരു ഊർജം അത് സംഭരിച്ചുകൊണ്ട് ചൈതന്യം എന്ന് പറയുന്ന ആ ഊർജം തന്നെയാണ് ജീവിക്കാൻ മുന്നോട്ടുള്ള നല്ല രീതിയിൽ നല്ല നടപ്പോടുകൂടി ജീവിക്കാറുള്ളത്. അപ്പം നന്ദി, നമസ്കാരം, വീണ്ടും കാണാം എന്തെങ്കിലും ഒരു ദിവസം. സ്വാമി ശരണം, സ്വാമി ശരണമയ്യം. ഇത് ഋതുമതികളായ വനിതകൾക്കും ഏവർക്കും ഇവിടെ വന്ന് ഭക്ത്യാദരപൂർവ്വം തിരുവാഭരണം ചാർത്തിയ അയ്യപ്പസ്വാമിയെ തൊഴുവാനുള്ള ഭാഗ്യം ലഭിക്കുക എന്ന് മാത്രമാണ് ഇവിടെ തിരുവാഭരണം അയ്യപ്പനെ തൊഴുവാനുള്ള ഒരേ ഒരു കാരണം. ഒരു നിമിഷം, അപ്പം ഞാൻ ചോദിക്കാൻ വരുന്ന ഒരു കാര്യം, ഇന്ന് തൊഴുതായിരുന്നു അയ്യപ്പസ്വാമിയെ തിരുവാഭരണം ചാർത്തി മോള് കണ്ടോ? തൊഴുതോ? എന്നിട്ട് മോൾക്കുണ്ടായ അല്ലെങ്കിൽ അമ്മയ്ക്കുണ്ടായ ഒരു അനുഭവം അമ്മ ആദ്യം ഒന്ന് പറയും. ഈ തിരുവാഭരണം ചാർത്തി എല്ലാ കൊല്ലവും വരെ തൊഴുതാൻ ഇവിടെ ഉള്ളവർ തന്നെയാണ്. അപ്പോൾ ഇവിടെ ആന്ന് അപ്പം അവിടെ നിന്ന് ഇവിടെ വരും. ഇതൊരു ഉത്സവം, ഞങ്ങളുടെ പെരുന്നാട്ടുകാരുടെ ഉത്സവം എന്ന് പറയുന്നത് ഈ മകരവിളക്കിന് ഈ തിരുവാഭരണം ചാർത്തി. അതെ, അത് ഞാൻ മാസത്തിലാണ് ഞങ്ങൾക്ക് ഇവിടെ ഉത്സവം ഉള്ളത്. പക്ഷെ അതിനെക്കാട്ടിൽ ഞങ്ങൾ ഇവിടെ ആഘോഷിക്കുന്നത് ഈ തിരുവാഭരണം. അതെ. അപ്പം ഈ സങ്കല്പം ഇവിടെ അയ്യപ്പൻ സ്വാമി ഇവിടെ ഇരിക്കുമ്പോൾ ഇത് മാളികപ്പുറം ആ സങ്കല്പത്തിലല്ലേ അല്ലേ മോളെ? അങ്ങനെ തന്നെയല്ലേ? അപ്പം അതും ഏകദേശം ഇതേ പഴക്കം തന്നെ ഈ ക്ഷേത്രത്തിനും ഉണ്ടാകും അല്ലേ? ഇപ്പം ഇവിടെ ആയിരുന്നല്ലോ കുട്ടിക്കാലം മുതൽ. എനിക്ക് കുട്ടിക്കാലത്തെ ഒരനുഭവം, എന്തെങ്കിലും ഒരു അനുഭവം ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ നമ്മുടെ പ്രേക്ഷകർ? അതായത് മോളെ അടുത്ത് നിന്നോ മോളെ, എന്താ വീഡിയോ വരാൻ ഇഷ്ടമില്ലേ? കുഴപ്പമൊന്നുമില്ല. അനുഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ ഒരു അനന്തരത്തിൽ ആൺമക്കളില്ല, മൂന്നാളുണ്ട്, പെൺമക്കൾ മാത്രമേ. അതെ. കൈലാസത്തിലും പുള്ളിക്കാരത്തേക്ക് ഒരു ആൺകുഞ്ഞിനെ വേണമെന്ന് ഈ തിരുവാഭരണപ്പെട്ടി ഇങ്ങനെ വരുമ്പോൾ അവിടെ ഇറക്കിയിട്ടാണ്. ഞങ്ങളുടെ അച്ഛൻ്റെയൊക്കെ കുടുംബമാണ് കൂടക്കാവിൽ എന്ന് പറയുന്നത്. അവിടെ ഇറക്കി വെച്ചിട്ട് ഇങ്ങോട്ട് വരാൻ. അപ്പൊ അവിടെ ഇറക്കി വെച്ചപ്പോ ഈ ചേച്ചി വന്നിട്ട് പറഞ്ഞു എനിക്കൊരു ആൺകുഞ്ഞില്ല. അപ്പൊ അന്ന് വന്ന തമ്പുരാൻ പറഞ്ഞു അടുത്ത വർഷം ഞങ്ങൾ വരും, ഞാൻ വരുമ്പോൾ ഈ തിരുവാഭരണപ്പെട്ടിയുടെ കൂടെ വന്ന തമ്പുരാൻ പറഞ്ഞു അടുത്ത വർഷം ഞാൻ വരുമ്പോൾ നിങ്ങളുടെ കയ്യിലൊരു ഉണ്ണി കാണുമെന്ന്. അങ്ങനെ തന്നെ സംഭവിച്ചു. ഹരി എന്ന പേര് ഇട്ടു. ഹരിഹരപുത്രൻ അല്ലേ? അങ്ങനെ ശരണമയ്യപ്പ. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇത് വിശ്വാസമാണ്, നമുക്ക് നമ്മുടെ ഒരു വികാരമാണ് ശരിക്കും ശബരിമല അയ്യപ്പൻ എന്ന് പറയുന്ന അയ്യപ്പ സ്വാമി. തന്നെയല്ല, ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഈ തിരുവാഭരണം ഇവിടെ ചാർത്തണമെന്നാണ്. പിന്നെ ഇവിടെ ഭഗവാൻ ശബരിമലയ്ക്ക് പോകാൻ നേരത്ത് വിശ്രമിച്ച സ്ഥലമാണ് പെരുന്നാട്. അതെ. അപ്പം എല്ലാ വർഷവും തിരുവാഭരണം വരുമ്പോൾ ഇവിടെ ചാർത്തണമെന്നാണ്. അപ്പൊ ഒരു വർഷം അവർക്ക് സമയം കഴിഞ്ഞു പോയി എന്ന് പറഞ്ഞ് ചാർത്താതെ പോയി. എപ്പോഴാണത് ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നില്ല, വർഷങ്ങൾക്ക് ഇവിടെ ഉള്ളപ്പോഴായി. ഇവിടെ ഞാൻ കുഞ്ഞാ. അപ്പൊ ചാർത്താതെ പോയിട്ട് പോത്തമൂടെന്ന് പറയുന്ന സ്ഥലത്ത് അവിടോട്ട് പോയിട്ട് അക്കരെ കയറാൻ സമ്മതിച്ചില്ല. പെട്ടിയെടുക്കുന്ന സ്വാമി തുള്ളിക്കൊണ്ട് തിരിഞ്ഞോടി ഇവിടെ വന്ന് ചാർത്തിയിട്ടാണ് തിരിച്ചു പോയത്. ഇതൊക്കെ ഈ അനുഭവത്തിൽ കൂടെ പറയുന്ന ആൾക്കാർ വളരെ നമുക്ക് അങ്ങനെ എളുപ്പമല്ല കിട്ടാൻ. പക്ഷേ പിന്നെ ഇതൊന്നും കഥകളല്ല, ഇതൊക്കെ നടന്ന സംഭവങ്ങളാണ്. പക്ഷേ അയ്യപ്പസ്വാമിയുടെ ചരിത്രം പല കഥകളിൽ കൂടെയും സിനിമയിൽ കൂടെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. മോളും അറിഞ്ഞു കേട്ടിടത്തോളം അയ്യപ്പസ്വാമി ആരാണ്? ചെറിയൊരു വാചകത്തിൽ പറഞ്ഞാൽ മതി. അയ്യപ്പസ്വാമി ആരാണ്? മോൾക്ക് എന്താണ് വിശ്വാസം? അയ്യപ്പസ്വാമിയോടുള്ള ആ ഒരു ഇഷ്ടം എങ്ങനെയാ വന്നത് പറയാം. അമ്മ പറഞ്ഞു തന്ന ദൈവം എന്നുള്ള ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എല്ലാവരും നമ്മൾ ആരാധിക്കുന്നു, വിശ്വസിക്കുന്ന ഒരു ഭഗവാൻ, ദൈവത്തിന്റെ ഒരു 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 അല്ലേ പ്രതീകം. ഉത്സവമാകുമ്പോൾ എവിടെ ആണെങ്കിലും ഞങ്ങൾ ഇവിടെ ഈ
വന്നിരിക്കും. മോള് ഒരു മോളേ ഉള്ളൂ? ഇത് അനിയത്തിയുടെ മോളാണ്. അനിയത്തിയുടെ മോള്. ഇത് അനിയത്തിയുടെ മോൾ. 2 മക്കള്. അവര് ഒരാൾ തിരുവനന്തപുരം, ഒരാൾ ഡൽഹിയിൽ. അപ്പൊ മുമ്പേ പറഞ്ഞ ഒരു പിന്നെ കുഞ്ഞുങ്ങളുണ്ടായത് ആരുടെയാ പറഞ്ഞ? അതാരാ? ഞങ്ങളുടെ ഒരു അപ്പച്ചിയുടെ മോളാണ്. മോള്. അവരിപ്പോ എവിടെയാ? പുള്ളിക്കാരി മരിച്ചുപോയി. പക്ഷെ മകളുണ്ട്. മകനുണ്ട്. മകനൊക്കെ അവിടെ തിരുവാഭരണം ഇറക്കി വെക്കും. എവിടെ? പെരുന്നാടെന്ന് പറഞ്ഞ ചന്തയുടെ ഈ ജംഗ്ഷൻ. തിരിച്ചു പോകുമ്പോഴും വരുമ്പോഴും അവിടെ ഇറക്കത്തില്ല. അത് അദ്ദേഹം ഇപ്പോഴ് ഈ ക്ഷേത്രത്തിൽ അവിടുന്ന് പൊടിയും കൊടയുമെല്ലാമായിട്ട് എഴുന്നള്ളിച്ച് ആ വീട്ടിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് ദീപാരാധന നടത്തത്തുള്ളൂ. അതെ, തിരിച്ചു പോകുമ്പോ നിർത്തത്തില്ല. തിരിച്ചു പോകുമ്പോ ഇല്ല. ശബരിമലയിലോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് വരും. ശബരിമലയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ ഇവിടുന്ന് ഒരു എഴുന്നള്ളത്ത് പോകും ആറാട്ടിന് വേണ്ടിട്ട്. ഇപ്പം വൈകിട്ട് സന്ധ്യയ്ക്ക്. അത് ആ കുടുംബത്താണ്. പക്ഷെ ആറാടി അവിടെ കൊണ്ടുവന്ന് വെച്ച് പൂജകളൊക്കെ നടത്തിയിട്ട് അത് അമ്പലത്തിലോട്ട് വരും. അതെങ്ങനെയാ ആറാട്ടിന് കൊണ്ടുവന്നേ? എടുത്തോണ്ടാണ്? ആനപ്പുറത്താണ്. എത്ര മണിക്കാവും? 5 മണി 5:30 ആവും. അപ്പം ആ ഒരു ഇത് ആറാട്ട് കഴിഞ്ഞ് അവിടെ ആറാട്ട് കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടുവച്ച് അവിടെ പൂജ പറ എല്ലാം ഉണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്ന് നാളെ വെളുപ്പിനെ 2 മണിക്ക് എടുക്കും. അപ്പൊ ഇന്ന് തന്നെ തിരിച്ചു പോകും? ഞങ്ങളോ? ഇല്ല. വളരെ എല്ലാ അനുഗ്രഹവും വരട്ടെ. ദൈവവിശ്വാസം എപ്പോഴും നമുക്ക് നമ്മുടെ കൂടെ ഉണ്ടാകണം, ജീവനുള്ളിടത്തോളം കാലം കേട്ടോ. അയ്യപ്പസ്വാമിയുടെ കഥ പറഞ്ഞാൽ കഥയല്ല, പരമാർത്ഥം ഓരോരുത്തരുടെ അനുഭവം പറഞ്ഞാൽ തീരില്ല. എൻ്റെ അനുഭവം വേറെയാണ്. അത് ഞാൻ എൻ്റെ വീഡിയോയിൽ കൂടി പറയാം. എൻ്റെ വീഡിയോയിൽ കൂടി ഞാൻ പറയുന്നുണ്ട്. അത് വേറെയാണ്. ഞാൻ മുംബൈ മലയാളി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിന് വേണ്ടിയാണ്. അപ്പം ഈ ഒരു അനുഭവം ഓരോരുത്തർക്കും ഉണ്ടാകും പല രീതിയിൽ. അത് നമ്മൾ ആരെങ്കിലും ചോദിച്ചാൽ പറയാൻ മടിക്കരുത്, പറയണം. കാരണം അയ്യപ്പസ്വാമി അവരിലേക്ക് അത്ഭുതം കാട്ടാറില്ല. അവർ മാജിക്കൊന്നും കാണിക്കില്ല ഭഗവാന്മാർ. പക്ഷെ നമ്മളെ പരമാർത്ഥം കാട്ടിത്തരും. ആ കാട്ടിത്തരുന്ന പരമാർത്ഥം എന്താണെന്നുള്ളത് നമ്മൾ പലരോടും പറഞ്ഞേ തീരൂ. ആ പറഞ്ഞാലേ ഈ സത്യം നിലനിൽക്കുകയുള്ളൂ. ലോകം നിലനിൽക്കത്തോളം ഈ ഭക്തിയും ഈ അടുത്ത ജനറേഷൻ. ഇപ്പം മോളെ പോലുള്ള ഒരു കുട്ടിയെ ഞാൻ കാണുമ്പോൾ ഉദ്ദേശിക്കുന്നത് പുതിയ ജനറേഷൻ ഇതെങ്ങനെ ഉൾക്കൊള്ളുന്നു, അല്ലെങ്കിൽ ഭക്തി എങ്ങനെ എടുക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അമ്മയുടെ കൂടെ നിൽക്കുമ്പോൾ തന്നെ മോളിനോട് ചോദിച്ചതെന്ന് പറഞ്ഞാൽ അമ്മ പറഞ്ഞു ഇതെൻ്റെ എന്തായാലും കുഞ്ഞുങ്ങളാണ്, എനിക്കും ഒരു മോളുണ്ട്. അപ്പം എല്ലാവരിലും ആ ഭക്തി നിറയട്ടെ. ഇനിയും വരുന്ന കാലത്തും ആ ഭക്തി നിലനിൽക്കട്ടെ. നിങ്ങളുടെ അടുത്ത തലമുറയ്ക്കും ഇത് പകർന്നു നൽകണം. ഇവിടെ കൊണ്ടുവരികയും ഈ ഒരു സംഭവം നടക്കുമ്പോൾ അല്ലെങ്കിൽ തിരുവാഭരണ ചാർത്തമൊക്കെ അവരെയും കാട്ടിക്കൊടുക്കുകയൊക്കെ ചെയ്യണം. ഈ പരുന്തിനെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? പല പ്രാവശ്യം ഇപ്പം കണ്ടിട്ടുണ്ടോ? പറഞ്ഞതല്ല ഞാൻ ചോദിച്ചത്, നമ്മൾ കണ്ട കാര്യം. അതാ ഞാൻ ചോദിച്ചത്. ഇപ്പോൾ ഇന്ന് ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ എവിടെയോ ഉണ്ട്. അതെനിക്ക് അനുഭവമുണ്ട്. ഞാനത് ചോദിച്ചതേ ഉള്ളൂ. എനിക്കിവിടെ അല്ല അനുഭവം. പുതിയകാവ് ദേവീക്ഷേത്രത്തിനടുത്താണ്. അതായത് നമ്മുടെ ചെറുപുൽപ്പുഴയ്ക്ക് പുതിയകാവ് ദേവീക്ഷേത്രത്തിൽ ഇതുപോലെ തന്നെ അരൂർ പുതിയകാവ്. ഞാൻ അതിനടുത്താണ് താമസിക്കുന്നത്. ഞാൻ അവിടെയാണ് കുടുംബക്ഷേത്രമാണോ? ഞങ്ങളവിടാണ്, അതിനടുത്താണ് താമസിക്കുന്നത് കേട്ടോ. അപ്പോൾ നന്ദി. വീണ്ടും കാണാം എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വെച്ച്. സ്വാമിയേ ശരണമയ്യ. അങ്ങനെ മാളികപ്പുറം ദേവിയുടെ സന്നിധിയിൽ നിന്ന് ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ അടുത്ത നടയിലേക്ക് പോകാം. സാക്ഷാൽ അയ്യപ്പസ്വാമിയുടെ നടയിലേക്ക് അല്ലോ ഈ കുന്നുകളൊക്കെ. അപ്പോൾ കഥകൾ മനസ്സിലായി. കഥകളല്ല, ചരിത്രം. അയ്യപ്പസ്വാമിയുടെ ശബരിമലയിലെ ക്ഷേത്രം പണിയുന്നതിന് മുമ്പ് പന്തളം രാജകൊട്ടാരത്തിലെ രാജപ്രതിനിധി ഇവിടെ വന്ന് ഇവിടെ അടുത്തുള്ള കൊട്ടാരത്തിന് അടുത്ത് താമസിച്ചാണ് ശബരിമല ക്ഷേത്രം പണിതത് എന്നാണ്. ഇവിടെ ഈ വെള്ളം എല്ലാവർക്കും സൗജന്യമായി കൊടുക്കുകയാണ്. കാരണം ചൂടുവെള്ളം. അങ്ങ് ദൂരെ നിന്ന് ഒരു ദൃശ്യം നിങ്ങൾക്ക് ഞാൻ കാട്ടിത്തരാം. സാക്ഷാൽ കൃഷ്ണപരുന്ത് പറക്കുന്ന സീൻ, പറന്ന് കറങ്ങി നടക്കുന്നു ഇവിടെ ചുറ്റുപാടും. പൂർവ്വങ്ങളിൽ അപൂർവമായ സീൻ. ഒരു സംരക്ഷകനായിട്ട് ഇവിടെ ചുറ്റുപാടും ഈ പരുന്ത് ഇവിടെ തന്നെ കാണും. തിരുവാഭരണം പോകുന്നത് വരെ അതിനോടൊപ്പം ചേർന്നു. അയ്യപ്പസ്വാമിയുടെ സന്നിധിയിലേക്ക്, അയ്യപ്പസ്വാമിയുടെ ശബരിമല അയ്യപ്പസ്വാമിയുടെ ചൈതന്യം മുഴുവൻ ഇന്ന് ഈ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ തന്നെ ഉണ്ടാവും. തിരുവാഭരണം ചാർത്തി അവിടെ വെച്ചിരിക്കുകയാണ്. ഭക്തജനങ്ങൾ അതുകൊണ്ടാണ് ഇവിടെ തടിച്ചുകൂടി ധാരാളം പേര്. അതായത് ശബരിമല പോയി തൊഴുവാൻ ബുദ്ധിമുട്ടുള്ള എല്ലാ ഭക്തജനങ്ങൾക്കും നാരീജനങ്ങൾക്കും, അതായത് 50 വയസ്സ് കഴിയാതെ ഋതുമതികളായ
സ്ത്രീജനങ്ങൾക്ക് ഇവിടെ ശബരിമലയിൽ പ്രവേശനമില്ലെങ്കിൽ ഇവിടെ എല്ലാവർക്കും പ്രവേശനമുണ്ട്. അവർ വളരെ ഭക്ത്യാദരപൂർവ്വം ഇവിടെ വന്ന് തൊഴാം. അതാണ് പ്രത്യേകത, ഈ പെരുന്നാട് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത. ഇതൊക്കെ ശബരിമല പോയി വരുന്ന ഭക്തരാണ്, അവരുടെ വാഹനങ്ങളാണ്. ഒരുപക്ഷെ ഇവിടേക്കായിട്ട് പ്രത്യേകം വരുന്ന വാഹനങ്ങളുമാവാം. ഇനി വാഹനത്തിരക്ക് കൂടത്തേ ഉള്ളൂ. സന്ധ്യയാകുമ്പോൾ ഇവിടെ ആറാട്ട് എഴുന്നള്ളിപ്പുണ്ട്. ശബരിമല ശാസ്താവിൻ്റെ അല്ലെങ്കിൽ ഈ ധർമ്മശാസ്താവിനെ ആറാട്ടിന് എഴുന്നള്ളിക്കുന്ന ചടങ്ങുണ്ട് അതിനെപ്പുറത്ത്. അത് ആറാട്ടിന് എഴുന്നള്ളിച്ച ശേഷം ഇവിടെ തിരികെ കൊണ്ടുവന്ന് ഭഗവാനെ ഇവിടെ കുടിയിരുത്തി അതിനുശേഷം നാളെ വെളുപ്പിന്, അതായത് ഇന്ന് ഉച്ചയ്ക്ക് ഇവിടെ കൊണ്ടുവന്ന തിരുവാഭരണം ചാർത്തിയ അയ്യപ്പൻ സ്വാമി നാളെ വെളുപ്പിന് തിരുവാഭരണം ഇവിടെ നിന്ന് എടുത്ത് പുറപ്പെട്ട് പന്തളത്തേക്ക് യാത്രയാകുകയാണ്. ആറന്മുള ക്ഷേത്രത്തിൽ കൂടെയാണ് കടന്നു പോകുന്നത്. ഇതാണ് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ ഗോപുരം. ാറിൻ്റെ സാമീപ്യമുണ്ട് ഇവിടെ. ധാരാളം ഭക്തജനങ്ങൾ അത്യാദരപൂർവ്വം ഇവിടെ എത്തുകയായി. ഇവിടെ എല്ലാ രീതിയിലുമുള്ള സുരക്ഷിത സാഹചര്യങ്ങളാണുള്ളത്. കാരണം സാക്ഷാൽ അയ്യപ്പൻ്റെ തിരുവാഭരണം ഇവിടെ ദർശനത്തിനായി നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാം. ഇവിടെ ഭക്തജനങ്ങൾ ദർശനത്തിനായി ക്യൂ നിൽക്കുന്നു. ആ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ക്യൂ നിൽക്കുന്നു. ഇതാണ് ധർമ്മശാസ്ത്ര ക്ഷേത്രം പെരുന്നാട്. തിരുവാഭരണ വിഭൂഷിതനായ അയ്യപ്പസ്വാമിയെ ശബരിമലയിൽ കണ്ടെങ്കിൽ ഇവിടെ വീണ്ടും ചൈതന്യം എല്ലായിടത്തും ലോകത്ത് നാം എവിടെ പോയാലും ആ ചൈതന്യം ഉണ്ടാകുമല്ലോ. പക്ഷെ തിരുവാഭരണം ചാർത്തിയ അയ്യപ്പസ്വാമി ഒരു പ്രത്യേകതയാണ് നമുക്ക് കാണുവാൻ. ഇവിടെ ക്യൂ നിന്നാണ് ആൾക്കാർ പോകുന്നത്. നമുക്ക് കാണാം ഈ ക്യൂ സംവിധാനം. ഇതാ കണ്ടോ, ഈ ക്യൂ നിന്ന് ഇവിടെ നിന്ന് അങ്ങ് വരെ അങ്ങോളം ക്യൂ ഉണ്ട്, ക്ഷേത്ര നട വരെ. അപ്പോൾ ക്യൂ നിന്ന് അയ്യപ്പസ്വാമിയെ കണ്ട ശേഷം എല്ലാവർക്കും പോകുവാൻ സാധിക്കും. ആ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ചെറു കച്ചവടക്കാരും അവരുടേതായിട്ടുള്ള രീതിയിലുള്ള വിൽപ്പനയും കച്ചവടവും ഒക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ എല്ലാ ക്ഷേത്ര സംസ്കാരങ്ങളുടെയും ഭാഗമാണല്ലോ. സ്വാമി ശരണം. വോളണ്ടിയറാണ്. അപ്പം ഈ ക്യൂ ഇപ്പോൾ ഇവിടെ തുടങ്ങിയിരിക്കുന്നു. ഇനി ഈ വൈകുന്നേരം ആകുമ്പോൾ ക്യൂ ചിലപ്പോൾ ഒരു പക്ഷേ വഴിക്ക് വെളിയിലാവും. ഇന്ന് നമ്മൾ എല്ലാ വർഷവും 2 മണിക്കാണ് സ്റ്റാർട്ടിങ്. ഈ വർഷം നമ്മൾ 10:30 ആയപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. അതുകൊണ്ട് കുറച്ച് അതിൻ്റെ കാരണം എന്താണ്? വരും വർഷങ്ങളിൽ ആൾ കൂടും. അതുകൊണ്ടായിരിക്കണം അത്രയും നമുക്ക് പറയാനോ ചെയ്തങ്ങനെ. ഈ ചൂട് അങ്ങോട്ട് പറയുമ്പോൾ ജനങ്ങൾ വന്നോളാം. 2 മണി വരെ. ആറാട്ട് എഴുന്നള്ളി ഇപ്പം എത്ര മണിക്കാ? ഇവിടുന്ന് പോയി തിരിച്ചു വരുമ്പോൾ ഒരു 10 മണിയാവും. തിരിച്ച് റിട്ടേൺ വരും. പോകുന്നത് നമ്മൾ 7 മണിയാകുമ്പോൾ. 7 മണിയാകുമ്പോൾ ഇവിടുന്ന് ദീപാരാധന കഴിഞ്ഞു. ദീപാരാധന വന്നിട്ടേ ഉള്ളൂ. 10 മണിക്ക് ശേഷമേ വരുള്ളൂ. ആറാട്ട് എഴുന്നള്ളി. അപ്പോൾ ആനപ്പുറത്താ? ഒരു ആന ഉണ്ടാവുമോ അകമ്പടി? അപ്പോൾ അന്ന് ഭക്തജനങ്ങളെയൊക്കെ ഇവിടെ നിയന്ത്രിക്കാൻ പോലീസ് വോളണ്ടിയർമാരും ഒക്കെ ഉണ്ട്. വോളണ്ടിയർമാരുണ്ട്. ശരി. പേരെന്താ? കൃഷ്ണൻകുട്ടി. ഞാൻ ജയപ്രകാശ്, മുംബൈ മലയാളി യൂട്യൂബ് ചാനൽ. തിരുവാഭരണം തൊഴുതു വരുന്നവരും ഇനിയും തൊഴാനിരിക്കുന്നവരുടെയും തിരക്കാണ് നമ്മളിവിടെ കാണുന്നത്. അതിനി കൂടി വരുത്തേ ഉള്ളൂ. ഇതായി കാണുന്നത് പോലെ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം പെരുന്നാട്. ഇവിടെ ക്യൂ ഇവിടെ വരെ എത്തി നിൽക്കുന്നു ഭക്തജനങ്ങൾ. ഇനി വൈകുന്നേരം ആകുമ്പോൾ ക്യൂ കൂടും സാധാരണഗതിയിൽ. ഇവിടെയാണ് കമ്മിറ്റി ഓഫീസ്. ഭഗവാൻ അയ്യപ്പന് തിരുവാഭരണം ചാർത്തി ദർശിച്ച ശേഷം സ്ത്രീജനങ്ങൾ ഇവിടെ ഇങ്ങനെ വിശ്രമിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഇതോടൊപ്പം തന്നെ ക്യൂവിൽ നിന്ന് ധാരാളം സ്ത്രീജനങ്ങൾ ഇവിടെ ഒരു നോക്ക് അയ്യപ്പനെ കാണുവാനായി, ഇവിടെ ദർശിക്കുവാനായി ഇവിടെ കാത്തു നിൽക്കുന്നു. അത് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ഇവിടെ എല്ലാവിധ സുരക്ഷിതത്വവും ഇവിടെ ഉണ്ട്. അയ്യപ്പസ്വാമിയുടെ തിരുവാഭരണം പന്തളം രാജകൊട്ടാരത്തിലെത്തുന്നതുവരെ ഇവിടെ
തീർച്ചയായും അതോടൊപ്പം ഈ പോലീസ് സന്നാഹങ്ങളും അതുപോലെ സാക്ഷാൽ ശ്രീകൃഷ്ണ പരന്തുവിൻ്റെ ആ ഒരു ദർശനവും ആ ഒരു സാമീപ്യവും നമ്മൾ അനുഭവിക്കും. അതെല്ലാ വർഷവും പതിവ് പോലെ നടന്നു വരുന്ന കാഴ്ചയാണ്. സ്വാമിയെ ശരണമയ്യപ്പ. അടുത്ത വീഡിയോ അടുത്ത പാർട്ടായിട്ട് കാണാവുന്നതാണ്. ഗുഡ് ബൈ, വീണ്ടും കാണാം. നമുക്ക് ശബരിമലയിൽ പ്രവേശനം ഇല്ലെങ്കിൽ തന്നെയും ദൈവ ചൈതന്യം എല്ലായിടത്തും ഒരുപോലെ ലഭിക്കും എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ കാണുന്നത്. ഒപ്പം ആരൊക്കെ വന്നിട്ടുണ്ട്? കുടുംബത്തിൽ ഫാമിലി ആയിട്ടാണോ വന്നേ? അതെ, ആരൊക്കെ ഉണ്ട്? ഞാൻ ഈ വീഡിയോ മുംബൈ മലയാളി യൂട്യൂബ് ചാനലിന് വേണ്ടിയാണ്. അപ്പോൾ ഈ ദർശനം കൊള്ളുവാനായി ഇവിടെ വന്നു. കുടുംബത്തിൽ എല്ലാവരെയും പങ്കെടുപ്പിക്കുന്നു അല്ലേ? ആരൊക്കെ വന്നു? ആരൊക്കെ പ്രത്യേകിച്ച് കൂടെ നിൽക്കുന്നവരാണോ? അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ ഒരു ദർശന പുണ്യം അത് നമുക്കൊരു ഭാഗ്യമായി കരുതുന്നില്ലേ? കാരണം ശബരിമലയിൽ തൊഴാൻ സാധിക്കാത്ത തിരുവാറന്മുളയിൽ ചാർത്തിയ അയ്യപ്പനെ നമുക്കിവിടെ ദർശിക്കുവാൻ കിട്ടുന്നു. അമ്മയാണോ? വൈഫ് ബാക്കിലുണ്ട്. അമ്മയുടെ ഒരു കാര്യം, എത്ര വർഷമായി ഇവിടെ ഈ തിരുവാഭരണം ചാർത്തിയ അയ്യപ്പനെ തൊഴുന്നു? വർഷങ്ങളായി. കാരണം ഇതൊരു ഉത്സവമാണ് അല്ലേ? അയ്യപ്പനെ തിരുവാഭരണം ചാർത്തി ഇവിടെ കാണാൻ കിട്ടുക എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഒരു സൗഭാഗ്യമാണ് അല്ലേ? അപ്പോൾ ഇവിടെ വന്നിരിക്കും, ലോകത്ത് എവിടെയാണെങ്കിലും ഇവിടെ വന്നിരിക്കും. ഇവിടെ ആരുണ്ട്? മറ്റേ കൊച്ചുമകളാണ്. അതെ, മോളെ ഒന്ന്, മോൾ ഒരു മിനിറ്റ്. മോള് ആദ്യമായിട്ടാണോ നേരത്തെ വന്നിട്ടുണ്ടോ? എത്ര പ്രാവശ്യമായി ഇവിടെ തൊഴാൻ വരുന്നു? അമ്മയുടെ വീട് ഇവിടാണ്. മോള് എവിടെയാ ശരിക്കും താമസിക്കുന്നത്? വടശ്ശേരിക്ക്. അപ്പോൾ അടുത്ത് തന്നെയാണല്ലോ. അപ്പോൾ എല്ലാ കൊല്ലം ഇവിടെ വന്നു. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? മോൾക്ക് ശബരിമലയിൽ പോയി അയ്യപ്പനെ വണങ്ങാതെ ഏതെങ്കിലും സാഹചര്യത്തിൽ അങ്ങനെ ദുഃഖം തോന്നിയിട്ടുണ്ടോ? ശബരിമല പോയിട്ടുണ്ട് കുഞ്ഞിലെ. അപ്പോൾ പിന്നെ പറ്റില്ല. കാരണം അല്ലെങ്കിലും അത് കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് അയ്യപ്പനെ തിരുവാഭരണം ചാർത്തി ഇവിടെ ദർശിക്കുവാൻ ലഭിക്കുന്നു എന്നുള്ളതൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. ഉണ്ടോ? അപ്പം അയ്യപ്പൻ ശരിക്കും എന്തെങ്കിലും ഒരു ശക്തി പകർന്നു നൽകുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഊർജം തരുന്നുണ്ടോ? ഉണ്ട്. അത് തൊഴുത് കഴിഞ്ഞും അതിനു മുമ്പേ ഉണ്ടോ? വരുമ്പോൾ തീർച്ചയായിട്ടും. അപ്പം എല്ലാ വർഷവും വരും, ഇനിയുള്ള വർഷങ്ങളിലും വരും അല്ലേ? അപ്പം ഇതിന് ശേഷം ആഗ്രഹിക്കുന്നുണ്ടോ എന്തെങ്കിലും ശബരിമലയിൽ പോയി അയ്യപ്പനെ കാണണമെന്ന്? ആഗ്രഹമുണ്ട്. അങ്ങനെ ആഗ്രഹവും സാധിക്കട്ടെ. സ്വാമിയെ ശരണമയ്യപ്പ.